ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ കോളിഫ്ലവറിൻ്റെ ഒരു മസാലയാണ് കേട്ടോ. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കുക, വെളിച്ചെണ്ണ ചൂടാക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുന്നിടത്തേക്ക് ഒരു 3 സവാള, 3-4 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ നമ്മൾ ഒരു കഷ്ണം 2 വയനയില, ഒരു കഷ്ണം പട്ട, 3-4 ഗ്രാമ്പു, ജാതിപത്രി, 3-4ഓളം നമ്മൾ കാഷ്നട്ട് ഇത്ര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗ്രാമ്പു ഇട്ട് കൊടുത്തിട്ടുണ്ട്, 2 തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നല്ല രീതിയിലൊന്ന് വാട്ടിയെടുക്കുക കേട്ടോ. ഒന്ന് വാടി ആ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരട്ടെ. അതുവരെ നമുക്ക് എണ്ണയിലിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വാടി കിട്ടും. കോളിഫ്ലവറൊക്കെ പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. ഫ്രൈ ചെയ്യാറുണ്ട്, റോസ്റ്റ് ചെയ്യാറുണ്ട്. ഇതിലിപ്പം ഗ്രേവി ഉണ്ട് കേട്ടോ. ചോറിൻ്റെ കൂടെയും ചപ്പാത്തി കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ നമ്മളതിലേക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, 1/2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, 1/2 ടേബിൾ സ്പൂണോളം നമ്മുടെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെല്ലാം ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. ഇത് നല്ല പേസ്റ്റ് രൂപത്തിൽ അങ്ങോട്ട് അരച്ചെടുത്തോളൂ കേട്ടോ. അപ്പോൾ അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഒരു ചട്ടി അടുപ്പത്ത് വെക്കുക, കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ജീരകം, നമ്മുടെ ചെറിയ ജീരകം ഇല്ലേ, അതിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 ടേബിൾ സ്പൂൺ കണക്കാക്കി ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പൊട്ടി വരട്ടെ. പൊട്ടി വരുന്ന സമയത്തേക്ക് നമുക്ക് അരച്ച് വെച്ച് നമ്മളുടെ കോളിഫ്ലവർ ഞാൻ അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 2 മിനിറ്റോളം ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ആ എണ്ണയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് വാട്ടി കൊടുക്കാം. വാടിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗരം മസാല ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ എൻ്റെ കയ്യിൽ ഗരം മസാല ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ പട്ടയും ഗ്രാമ്പും ഇലക്കൊക്കെ സെപ്പറേറ്റ് ചേർത്തത്. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചേർക്കാം. അപ്പോൾ പിന്നെ ഇതിലേക്ക് കുറച്ചൊരു 1/2 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ മറ്റേ മസാലക്കൂട്ടൊക്കെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചവിടെ വെച്ചേക്കുക കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഒരു ഗ്രേവിയാണ്. ചപ്പാത്തിക്കും ചോറിനും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു കറിയാണ് കേട്ടോ. എല്ലാവരും അപ്പത്തിൻ്റെ കൂടെയും കഴിക്കാം, ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നല്ല സ്പൈസിയുമാണ്, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അരച്ച നമ്മളുടെ പേസ്റ്റ് ഇല്ലേ, അത് ഇച്ചിരി തിക്ക് ഗ്രേവിയാണ് കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് ലൂസാക്കാൻ വേണ്ടി കുറച്ച് വെള്ളം നല്ല രീതിയിൽ തന്നെ ആ ജാറ് കഴുകി അങ്ങോട്ടും ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പരുവെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് തിക്കായിട്ട് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. നല്ല ഒരു പൊതിഞ്ഞ ഒരു പരുവത്തിലൊക്കെ ഇരിക്കണം. നല്ല പൊതിഞ്ഞ് മസാലയൊക്കെ ഇങ്ങനെ പൊതിഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഇനി നമുക്ക് ഗ്രേവി ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഗ്രേവി ഒഴിക്കുന്നതിനനുസരിച്ച് പുളി കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു തക്കാളിയും കൂടെ നമുക്ക് ചേർക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വെള്ളമൊന്നും ചേർക്കണ്ട. പിന്നെ ഒരു 3-4 പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിന് എരിവുണ്ട്. പിന്നെ നമ്മുടെ കസൂരി മേത്തിയാണ്, നമ്മുടെ ഉലുവയുടെ അല്ല. ഞാൻ പല പ്രാവശ്യം പല റെസിപ്പിയിലും പറഞ്ഞിട്ടുള്ളതാണ്. അത് പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. അതും കൂടി അതിൻ്റെ മുകളിലേക്ക് ഒന്ന് തൂക്കി കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ, സംഭവം സെറ്റ്. ഉപ്പും കൂടി ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ, ഉപ്പിൻ്റെ അളവും കൂടി. അപ്പോൾ തലയൊക്കെ വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ കറി പോലും മാറിപ്പോവും കേട്ടോ. ആ ഒരു രീതിയിലുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അതിനോടൊപ്പം തന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മളുടെ കോളിഫ്ലവർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂട് ചോറിൻ്റെ ഒപ്പം സെർവ് ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ.